ഹായ് ഓൾ. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടാർഗറ്റ് മെഷീനെ കുറിച്ചിട്ടാണ്. ഒരു കമ്പൈലർ ഏത് ടാർഗറ്റ് മെഷീന് വേണ്ടിയിട്ടാണോ ഒരു ടാർഗറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ടാർഗറ്റ് പ്രോഗ്രാം ഒരു കോഡ് ജനറേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ പൊതുവേ ഒരു ടാർഗറ്റ് മെഷീനിൽ ഉണ്ടാകുന്ന ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ അഡ്രസ്സിങ് മോഡ്സും ഇൻസ്ട്രക്ഷൻ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, ലോഡ്, സ്റ്റോറ്, കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻ, പിന്നെ ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെയാണ് പൊതുവേ ഒരു ടാർഗറ്റ് മെഷീനിൽ ഉണ്ടാവുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഫസ്റ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ലോഡാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഡിനെ കുറിച്ചിട്ടാണ്. ലോഡ് ഇൻസ്ട്രക്ഷൻ LD, ഡെസ്റ്റിനേഷൻ, അഡ്രസ് എന്ന രീതിയിലാണ് കൊടുക്കുക. അതിൽ അഡ്രസ്സിൽ എന്താണോ ഉള്ളത്, അഡ്രസ്സിൽ എന്ത് അഡ്രസ്സാണോ ഉള്ളത് അത് ഡെസ്റ്റിനേഷൻ എന്നുള്ള പ്ലേസിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റോർ. സ്റ്റോർ എന്ന് പറയുന്നത് ST, X, R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ X = R എന്ന പോലെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ്. വെച്ചാൽ Rൽ എന്താണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് Xലേക്ക് സ്റ്റോർ ചെയ്യും. Rൽ എന്താണോ വാല്യൂ ഉള്ളത് അത് Xലേക്ക് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോർ ഓപ്പറേഷൻ എഴുതുക, ST, X, R. ഇനി കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, നമുക്കറിയാവുന്ന ഓപ്പറേഷൻസ് എല്ലാം OP, ഡെസ്റ്റിനേഷൻ, സോഴ്സ് 1, സോഴ്സ് 2, OP, SRC1, SRC2 എന്നുള്ള രീതിയിലാണ് എഴുതുക. അതിൽ OP എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്, ഏതെങ്കിലും ഒരു ഓപ്പറേഷനാണ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷനൊക്കെ. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏത് അഡ്രസ്സിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത്. സോഴ്സ് 1ഉം സോഴ്സ് 2 എന്ന് പറയുന്നത് ഓപ്പറൻസ് ആണ്. ഇപ്പോൾ യൂറിനറി ഓപ്പറേഷൻ ആണെങ്കിൽ സോഴ്സ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോഴ്സ് 1ലെയും സോഴ്സ് 2ലെയും ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഡെസ്റ്റിനേഷനിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ വരുന്നത് കണ്ടീഷണൽ ജംപ്സ് ആണ്. കണ്ടീഷണലും ഉണ്ട്, അൺകണ്ടീഷണലും ഉണ്ട് ജംപ്സ്. അപ്പോൾ അൺകണ്ടീഷണൽ ജമ്പ് ആണെങ്കിൽ VR L എന്നാണ് കൊടുക്കുക. ബ്രാഞ്ച് ടു ദ ലേബൽ L എന്ന പോലാണ്. ഇതിൽ ആ ഒരു L എന്ന് പറയുന്ന ലേബലിലേക്ക് ജമ്പ് ചെയ്യാണ് ഈ ഒരു അൺകണ്ടീഷണൽ ജമ്പിലൂടെ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തതാണെങ്കിൽ BLTZ R, L എന്ന് പറയുന്നത് <0, LTZ ആണ്. ഇത് ബ്രാഞ്ച് ചെയ്യുക. <0 ആണെങ്കിൽ L എന്നുള്ള ലേബലിലേക്ക് ജമ്പ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ L എന്നുള്ളൊരു ലേബലിലേക്ക് ജമ്പ് ചെയ്യും. ആ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് അത് ട്രൂ ആണെങ്കിൽ ജമ്പ് ചെയ്യും. അങ്ങനെയാണ് കണ്ടീഷണൽ ജമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 5 ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അഡ്രസ്സിങ് മോഡ്സ്. അഡ്രസ്സിങ് മോഡ്സ് പറയുന്നത് ഇപ്പോൾ ഓരോ മെഷീനിലും ഒരുപാട് വെറൈറ്റി ഓഫ് അഡ്രസ്സിങ് മോഡ്സ് ഉണ്ടാവും. അതിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒന്നാണ് വേരിയബിൾ നെയിം അഡ്രസ്സ് എന്ന് പറയുന്നത്. അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത് വെച്ചാൽ വേരിയബിൾ നെയിം തന്നെ അഡ്രസ്സായിട്ട് എടുക്കുക. ആ ഒരു വേരിയബിൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഒരു ലൊക്കേഷൻ ഫെച്ച് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നതാണ് വേരിയബിൾ നെയിം എന്ന് വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡെക്സസ് അഡ്രസ്സ്. A(r) എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ A എന്ന് പറയണത് വേരിയബിളും R എന്ന് പറയണത് രജിസ്റ്ററും ആണ്.
അതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ലോഡ് R1, A of R2. അതിൽ R എന്ന് പറയുന്നത് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും ആയിരിക്കും. A of R2 എന്ന് പറയുന്നത് ഇപ്പോൾ A എന്നുള്ളൊരു വേരിയബിളിലെ കണ്ടൻറ്റ് ആ R2 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഓൾറെഡി ഉള്ള കണ്ടൻറ്റിനായിട്ട് ആഡ് ചെയ്യും. അതാണ് A of R2. അപ്പം ലോഡ് R1 എന്ന് പറയുമ്പം R1ലേക്കാണ് ആ ഒരു കണ്ടൻറ്റ് ലോഡ് ചെയ്യുക. അപ്പോൾ R1 ഈക്വൽ ടു എന്തൊക്കെ കണ്ടൻറ്റ്സ് വരും? കണ്ടൻറ്റ്സ് ഓഫ് A1 എന്നുള്ളൊരു വേരിയബിളിലുള്ള കണ്ടൻറ്റും R2 എന്നുള്ള രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും കൂടിയാണ് R1 എന്നുള്ളൊരു രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക. അതാണ് ഇൻഡെക്സ് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സിങ് മോഡ്. നെക്സ്റ്റ് വണ്ണാണ് ഇൻറ്റിജർ ഇൻഡെക്സ്ഡ്. ഇതിൽ വേരിയബിളിന് പകരം ഇൻറ്റിജറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓൾറെഡി വേരിയബിളാണ് യൂസ് ചെയ്തത് A. കണ്ടോ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 100 എന്നുള്ളൊരു ഇൻറ്റിജറാണ്. ഇതാണ് ഇത് തമ്മിലുള്ള ജസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ലോഡ് R1, 100 ഓഫ് R2. ഇവിടെ R2 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും ആ 100 എന്നൊരു ഇൻറ്റിജറും കൂടി ആഡ് ചെയ്തിട്ട് എവിടെ ആഡ് ചെയ്യും, എന്താ പറയുക, R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഇൻറ്റിജർ ഇൻഡെക്സിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ R1 ഈക്വൽ ടു R1 എന്ന് പറയുന്നതിൽ ആ രണ്ട് കണ്ടൻസും കൂടെ 100ഉം R2ലെ കണ്ടൻറ്റും കൂടെ ലോഡ് ചെയ്യുകയാണ് R1ലേക്ക്. ഇതാണ് ഇൻറ്റിജർ ഇൻഡെക്സ്ഡിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡെക്സ്ഡ് അഡ്രസ്സിൽ അറേ പ്രോസസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ ഇൻഡെക്സ്ഡ് ആണെങ്കിൽ പോയിൻറ്റേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. ഇത് *R1 എന്നുള്ള രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ലോഡ് R1 *100 ഓഫ് R2. ഇതിൽ സ്റ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാർ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക, അതിൽ ഉള്ള വാല്യൂ എന്തിനെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ സ്റ്റാർ R എന്ന് ഡിനോട്ട് ചെയ്യുന്നത് Rൽ എന്താണോ യൂസ് ചെയ്യുന്നത്, സ്റ്റാർ Rൽ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ ഉള്ള ഡീറ്റെയിൽസിൽ എന്താണോ യൂസ് ചെയ്യുന്നത് അതാണ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ R പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ ഫെച്ച് ചെയ്യും, എന്നിട്ട് യൂസ് ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലോഡ് R1 *100 ഓഫ് R2. ഇതിൽ 100ഉം R2ലെ കണ്ടൻസും 100 പോയിൻ്റ് ചെയ്യുന്ന കണ്ടൻസും കൂടെ R1ലേക്കാണ് ലോഡ് ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ് ഇമ്മീഡിയറ്റ് കോൺസ്റ്റൻറ്റ്. ഇമ്മീഡിയറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഷ് എന്നുള്ളൊരു സിമ്പൽ യൂസ് ചെയ്തിട്ട് സിമ്പൽ കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ 100ൻ്റെ മുന്നേ ആയിട്ട് ഹാഷ് എന്നുള്ളൊരു സിമ്പിൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇമ്മീഡിയറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കാം. LD സ്പേസ് R1, #100 ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രസ്സിങ് മോഡ്സിൻ്റെ അതിൻ്റെ കോസ്റ്റ് വരുന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു ഇൻസ്ട്രക്ഷൻ അബ്സല്യൂട്ട് മോഡിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് മെമ്മറി അഡ്രസ്സ് കൊടുത്ത് എഴുതുമ്പോൾ കോസ്റ്റ് 1 വരും. സോ ഇവിടെ കോസ്റ്റ് 1 ആണ് ഫസ്റ്റ് വണ്ണിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് രജിസ്റ്ററാണ്. രജിസ്റ്ററിൽ കോസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല, 0 ആണ്. കാരണം ഓൾറെഡി രജിസ്റ്ററിൽ ഉണ്ടാവും ആ ഒരു കണ്ടന്റ്, അത് നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അവിടെ കോസ്റ്റ് വരുന്നില്ല, രജിസ്റ്ററിൻ്റെ കേസിൽ കോസ്റ്റ് വരുന്നില്ല. നെക്സ്റ്റ് വണ്ണാണ് ഇൻഡെക്സ്ഡ്. ഇവിടെ ആക്ച്വലി രജിസ്റ്ററിന് കോസ്റ്റ് ഒന്നും തന്നെ ഇല്ല, പക്ഷെ അവിടെ
കണ്ടൻറ്റിനെ കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനൊരു കോസ്റ്റ് വരും. സോ കോസ്റ്റ് 1 ആണ് വരുന്നത്. ആ ഒരു വേരിയബിളിനെ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളിനെ ഫെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സോ ഒരു കോസ്റ്റ് അതിനെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. സോ കോസ്റ്റ് 1 വരും. ദെൻ ഇൻഡയറക്റ്റ് രജിസ്റ്ററിലാണെങ്കിൽ രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. സോ കോസ്റ്റ് ഇല്ല, 0 ആണ് കോസ്റ്റ് വരുന്നത്. ഇൻഡയറക്റ്റ് ഇൻഡെക്സ്ഡിലാണെങ്കിൽ രജിസ്റ്ററിൻ്റെ കേസിൽ കോസ്റ്റ് വരുന്നില്ല, പക്ഷേ കണ്ടൻറ്റ് ഒരു വേരിയബിളിന് എടുക്കേണ്ട ആവശ്യം വരുന്ന ആ ഒരു വാല്യൂ ഫെച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് കോസ്റ്റ് 1 വരും. ദെൻ ലാസ്റ്റ് 1 ലിറ്ററലാണ്. ലിറ്ററലിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ വർക്ക് ചെയ്യാൻ എന്തായാലും കോസ്റ്റ് 1 വരും. ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് 1 പ്ലസ് ദ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് ദ അഡ്രസ്സിംഗ് മോഡ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ അഡ്രസ്സിംഗ് മോഡിൻ്റെ ഓരോ അഡ്രസ്സിംഗ് മോഡ്സിന് എങ്ങനെ കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഒരു കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് ആണ് അഡ്രസ്സിംഗ് മോഡുമായിട്ടുള്ള കോസ്റ്റ്. അഡ്രസ്സിംഗ് മോഡ്സിന് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതിനോട് 1 ആഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് x=y+z എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യേണ്ടി വരും? വൈൻ്റെ വാല്യൂ ഒരു രജിസ്റ്ററിൽ ലോഡ് ചെയ്യണം. ദെൻ z എന്നുള്ളൊരു വേരിയബിൾ, സെഡും വൈയും ഒക്കെ ഒരു വേരിയബിളാണ്, അതിൻ്റെ വാല്യൂം രജിസ്റ്ററിൽ ലോഡ് ചെയ്യണം. ദെൻ ആ ഒരു 2 രജിസ്റ്റർ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം. ആ 2 രജിസ്റ്റർ വാല്യൂസുകൾ തമ്മിൽ ആഡ് ചെയ്യണം. എന്നിട്ട് അത് വേറൊരു രജിസ്റ്ററിലോട്ട് അസൈൻ ചെയ്യണം. എന്നിട്ട് ആ ഒരു വാല്യൂ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതും വരുന്നുണ്ട്, ഇവിടെ x ആയിട്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോഡ് R1, y എന്ന് പറയുമ്പോൾ വൈയിലെ വാല്യൂ ആറിലോട്ട് ലോഡ് ചെയ്തു. ദെൻ സെഡിലെ വാല്യൂ R2 എന്നുള്ള രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തു. എന്നിട്ട് R1ലെയും R2ലെയും വാല്യൂസ് R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ആഡ് ചെയ്തു സ്റ്റോർ ചെയ്തിട്ടില്ല. ദെൻ x,R1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ x എന്ന് പറയുന്ന വേരിയബിളിലോട്ട് R1ലെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇവിടെ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കോസ്റ്റ് വരുന്നതെന്ന് നോക്കാം. ഈ ഫസ്റ്റ് സ്റ്റെപ്പിലാണെങ്കിൽ ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് കോസ്റ്റ് 1 വരും. പിന്നെ ആ ഒരു ഓപ്പറേഷന് കോസ്റ്റ് 1 വരും. സോ ഇവിടെ ടോട്ടൽ വരുന്ന കോസ്റ്റ് 2 ആണ്. ദെൻ നെക്സ്റ്റ് ലോഡ് എന്ന് പറയുന്നിടത്തും ഒരു കോസ്റ്റ് വരും. ഇൻസ്ട്രക്ഷൻ കോസ്റ്റാണ് നമ്മൾ നോക്കുന്നത് ഓരോ സ്റ്റെപ്പിൻ്റെയും. ദെൻ ആ ഒരു വേരിയബിൾ z എന്നുള്ള വേരിയബിളുടെ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നതിനും ഒരു കോസ്റ്റ് വരും. ദെൻ ആഡിൽ 3 രജിസ്റ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തത്, R1, R2, R2. ഇവിടെ കോസ്റ്റ് ഒന്നും തന്നെ ഇവിടെ ആഡ് എന്നുള്ളൊരു ഓപ്പറേഷന് മാത്രമാണ് ഒരു കോസ്റ്റ് വരുന്നത്. ബാക്കി 3 രജിസ്റ്റേഴ്സ് ആയതുകൊണ്ട് കോസ്റ്റ് വരുന്നില്ല. ദെൻ സ്റ്റോർ എന്നുള്ളൊരു ഓപ്പറേഷനിലാണെങ്കിൽ സ്റ്റോർ എന്നുള്ളൊരു ഓപ്പറേഷന് ഒരു കോസ്റ്റ് വരും. ദെൻ ഒരു വേരിയബിളും ഒരു രജിസ്റ്ററുമാണ് യൂസ് ചെയ്തത്, ആ ഒരു വേരിയബിളിന് ഒരു കോസ്റ്റ് വരും. രജിസ്റ്ററിന് കോസ്റ്റ് ഇല്ല നമുക്കറിയാം. സോ ടോട്ടൽ 2 വരും. ഈ ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റിന് വരുന്ന കോസ്റ്റ് 2 + 2 + 2 + 1 7 ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ കോസ്റ്റ്. ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, ഏറ്റവും ലോ കോസ്റ്റിൽ ടാർഗറ്റ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ ഒരു കോഡ് ജനറേറ്റർ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ x=y+z എന്ന് പറയുന്നതിന് 7 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഒരു കോഡ് ജനറേറ്റർ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അത് കുറഞ്ഞ കോസ്റ്റിൽ ലോഡ് ചെയ്യാൻ, കുറഞ്ഞ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എക്സും വൈയും സെഡും
വൈയും സെഡും ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രജിസ്റ്റേഴ്സിൽ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യും. അവിടെ ലോഡിംഗ് എന്ന് പറയുന്ന 2 ഓപ്പറേഷൻസ് അവിടെ ഒഴിവാക്കാം. അപ്പം തന്നെ കോസ്റ്റ് 4 കുറയ്ക്കാം. പിന്നെ എക്സിന് ഇനി ഫ്യൂച്ചറിൽ ആവശ്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമില്ലെങ്കിൽ അതും കോഡ് ജനറേറ്റർ വേണ്ടെങ്കിൽ, മീൻസ് ഇനി വേണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അപ്പോഴും കോസ്റ്റ് 2 കുറയ്ക്കാം. അങ്ങനെ കോഡ് ജനറേറ്റർ ആവശ്യമില്ലാത്ത ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ ഒഴിവാക്കും. അങ്ങനെയാണ് ഒരു ടാർഗറ്റ് മെഷീൻ്റെ ഒരു ജനറേറ്റർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് ടാർഗറ്റ് മെഷീനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.